ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് നോക്കി താങ്ക് യു സുവി വിശ്വനാഥ് ഫാസ്റ്റ് ന്യൂസുമായി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യൻ ഹൌസിലാണ് ഞാനുള്ളത്. റഷ്യൻ ഹൌസിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ റഷ്യൻ കൌൺസിൽ ഓഫ് ജനറൽ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം റഷ്യൻ കൾച്ചറൽ സെന്റർ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. വെൽക്കം ടു ദി ഷോ സർ. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തു പറയേണ്ടത് ഈ റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടർ, അതായത് 80-ലധികം രാജ്യങ്ങളിൽ റഷ്യൻ കൾച്ചറൽ സെന്റർ ഉണ്ടെങ്കിലും അതിൽ റഷ്യക്കാരനല്ലാത്ത ഏക വ്യക്തിത്വമാണ് താങ്കൾ, അല്ലേ? ഈ ഒരു പദവിയിലേക്ക് എത്തിയത് തന്നെ ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്. അദ്ദേഹത്തിന്റെ റഷ്യൻ ലാംഗ്വേജിനോടുള്ള സ്നേഹം, ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ റഷ്യ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ റഷ്യൻ ഹൌസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. അപ്പം സാർ, എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, അതായത് ഈ കോൺസുലേറ്റിന്റെ പ്രവർത്തനം കേരളത്തിൽ അതെങ്ങനെയാണ്, ഈ ഇന്ത്യ റഷ്യ ബന്ധവുമായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതേക്കുറിച്ചൊന്ന് പറയാമോ? പല രാജ്യങ്ങൾക്കും മാതൃകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അത് പലരും പറയുന്നത് പോലെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമോ ഉണ്ടായതല്ല അത്. ഈവൻ പുരാതനകാലം മുതൽ തന്നെ ഈ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കാരണം സംസ്കൃതത്തിൽ നിന്നും 800ഓളം വാക്കുകളാണ് റഷ്യൻ ഭാഷയിൽ തന്നെ ഉള്ളത്. 800 കൂടുതൽ വാക്കുകളുണ്ട്. അതുപോലെ തന്നെ വളരെ കാലം മുമ്പ് തന്നെ 1000 വർഷം മുമ്പ് തന്നെ ഈ ഗുജറാത്തിൽ നിന്നും മറ്റും ആൾക്കാർ റഷ്യയിലെ അസ്ത്രഖാനിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള അവിടെ വ്യാപാരം നടത്തിയതിന്റെ ഒരു തെളിവുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ രേഖപ്പെടുത്തിയ ചരിത്രം ഇൻഡോ റഷ്യൻ ബന്ധത്തിൽ പറയുന്നത് റഷ്യക്കാരനായ അഫനാസി നികിതിന്റെ ഇന്ത്യയിലെ സന്ദർശനത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും പറയുന്നത് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി എന്ന് പറയുന്നത് വാസ്കോഡി ഗാമ എന്നുള്ളതാണ്. പക്ഷേ വാസ്കോഡി ഗാമ ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു കടൽ മാർഗം, സമുദ്രമാർഗം കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്, സഞ്ചാരിയാണത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഇറ്റലിക്കാരനായ നിക്കോൾ ഡി കോണ്ടി വാസ്കോഡി ഗാമയ്ക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയതാണ്. നിക്കോൾ ഡി കോണ്ടിക്ക് ശേഷം ഇന്ത്യയിൽ എത്തിയ ഒരു വിദേശി എന്ന് പറയുന്നത് റഷ്യക്കാരനാണ്. അദ്ദേഹം അഫനാസി നികിതിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 1466 റഷ്യയിലെത്തിയതിൽ നിന്ന് തിരിക്കുകയും വോൾഗ വഴി റഷ്യയിലെ പല പട്ടണങ്ങളും വോൾഗയിൽ കൂടെ കടന്ന് അസ്ത്രഖാനിലെത്തി, പിന്നെ ദർബാനിലെത്തി, പിന്നെ ഇപ്പോഴത്തെ അസർബൈജാൻ വഴി, ഇപ്പോഴത്തെ ഇറാൻ വഴി, അന്നത്തെ പേർഷ്യ, അന്ന് അസർബൈജാൻ അറിയപ്പെടുന്നത് ഷിർവാൻ എന്നാണ്, പിന്നെ പേർഷ്യ ഇപ്പോഴത്തെ ഇറാൻ, പിന്നെ ഒമാനിലെത്തി. പിന്നീട് കടൽമാർഗം തന്നെ അദ്ദേഹം ഗുജറാത്തിലെത്തിയായിരുന്നു. ഇപ്പോഴത്തെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലുള്ള കമ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാമ്പി എന്ന് പറഞ്ഞ രണ്ടും കമ്പാത്തും കാമ്പി എന്നും പറയും. പിന്നീട് ഇതിനെത്തുന്നത് ബാമിനി സുൽത്താനേറ്റിന്റെ കാലത്ത്, വിജയനഗരം ബാമിനി സുൽത്താനേറ്റ് നിരവധി യുദ്ധങ്ങൾ നടന്ന സമയത്താണ് എത്തുന്നത്. ഈവൻ 1470 വിജയനഗര എംപയറിൽ നിന്നും ബാമിനി സുൽത്താനേറ്റ് ഗോവ പിടിച്ചടക്കിയ സമയത്ത് ഇദ്ദേഹം സാക്ഷിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് എത്തി. അപ്പോൾ അതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കോർപ്പറേഷനിൽ പാസ്സാക്കി. കോഴിക്കോടത്തെ കസ്റ്റംസ് റോഡിന് അഫനാസി നികുതിൻ റോഡ് എന്നുള്ള പേരിട്ടത്. അപ്പോൾ ഇൻഡോ റഷ്യൻ ബന്ധം 1555 വർഷം, അതായത് 1466 യാത്ര തുടങ്ങി. പിന്നീട് 1469 ഇന്ത്യയിലെത്തി അഫനാസി നികുതി എത്തിയെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെത്തിയിട്ട് 555 വർഷമാവുകയാണ് ഈ 2024. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് 2024 എന്ന് പറയുന്നത് ഇൻഡോ റഷ്യൻ ബന്ധത്തിന്റെ 555 വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരവധി പരിപാടികൾ ഇപ്പോൾ റഷ്യൻ ഹൌസിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയിലും ധാരാളം പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ റഷ്യൻ ഹൌസിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ശേഷം, അഫനാസിന് ശേഷം പറയുകയാണെങ്കിൽ ഗാരാസൻ ലേബിദോവ് എന്ന് പറഞ്ഞ റഷ്യക്കാരൻ ഒരു യൂറോപ്യൻ രീതിയിൽ ഇന്ത്യയിൽ ഒരു തിയേറ്റർ സംവിധാനം കൊണ്ടുവന്നത് ഗാരാസൻ ലേബിദോവാണ്. അത് 253 വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാവൻകൂറിൽ സ്വാതിരുന്നാൾ ഭരിച്ച സമയത്ത് ട്രാവൻകൂറിൽ ഒരു റഷ്യൻ പ്രിൻസ് എത്തിയിട്ടുണ്ടായിരുന്നു, പ്രിൻസ് ഷാൽത്തിക്കോവ്. അദ്ദേഹം ഒരു ചിത്രകാരനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ സ്വാതിരുന്നാൾ ഉൾപ്പെടെ, അന്നത്തെ തിരുവിതാംകൂർ ഉൾപ്പെടെ അദ്ദേഹം വരച്ചു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത നിക്കോളായ് റോറിച്ച്, റേരിഹ് എന്നാണ് നമ്മൾ പറയുന്നത്, നിക്കോളായ് റേരിഹ്. അപ്പോൾ നിക്കോളാസ് റോറിച്ച് എന്ന് ഇംഗ്ലീഷ് പറയും. നിക്കോളായ് റേരിഹ് അദ്ദേഹത്തിന്റെ 150ാം ജന്മദിനവും അദ്ദേഹത്തിന്റെ മകൻ സെറ്റസ്ലാവ് റോറിച്ചിന്റെ
120ാം ജന്മവാർഷികമാണിത്. നിക്കോളായ് റോഡ്സ് ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ റഷ്യക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനുള്ളതാണ്. അദ്ദേഹം ഹിമാലയത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എലീന റോറിസ് അത് അഗ്നിയോഗയുടെ ഒരു വക്താവായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ഫിലോസഫി കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. ഹിമാലയമാണ് അദ്ദേഹത്തിന്റെ ഹിമാലയത്തിന്റെ പശ്ചാത്തലമാണ് അദ്ദേഹം കൂടുതൽ വരച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകനാണ് സത്യസ്ലാവ് റോറിച്ച്. നിങ്ങൾക്കറിയാൻ പറ്റും, ദേവിക റാണി, ഹിന്ദി നടി ദേവിക റാണിയുടെ ഹസ്ബൻഡാണ് സത്യസ്ലാവ് റോറിച്ച്. നമ്മുടെ 2004 അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് റഷ്യൻ കൾച്ചർ സെന്റർ, അന്നത്തെ റഷ്യൻ കൾച്ചർ സെന്റർ, ഇപ്പോഴത്തെ റഷ്യൻ ഹൗസിനടുത്തുള്ള റോഡിന് റോറിച്ചിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഐക്യ ഗുജറാളും അന്നത്തെ മേയർ കൂടെ ചേർന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യ റഷ്യൻ ബന്ധത്തിന്റെ ഈ ഡൗൺ മെമ്മറി ലൈൻ എന്ന് പറഞ്ഞത് വളരെയധികം ധാരാളം മൈൽ സ്റ്റോൺസ് ഉള്ളതും, അതുപോലെ തന്നെ എല്ലാ വർഷവും എന്തെങ്കിലും ജൂബിലി നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന, ഒരു വാർഷികം ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ നിരവധി സംഭവങ്ങളും നിരവധി എല്ലാ വർഷവും ഉണ്ടാവും പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇൻഡോ റഷ്യൻ ബന്ധം എന്ന് പറയുന്നത് ഒരു ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അത് നമ്മൾ ഈ റഷ്യൻ ഗവൺമെന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റെയോ സോഫ്റ്റ്വെയർ ഡിപ്ലോമസിക്ക് ഏറ്റവും അനുയോജ്യമായ 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് സാംസ്കാരിക വിനിമയ പരിപാടികളിലൂടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അതുപോലെ ചരിത്രം പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതുവഴിയുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വളർത്തുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിരവധി വിസിറ്റുകൾ ഉണ്ടായിട്ടുള്ള, നിരവധി ആൾക്കാരാൽ പ്രശസ്തമായ അല്ലെങ്കിൽ കൂട്ടിയുറപ്പിക്കപ്പെട്ട ഒരു ബന്ധമാണ് ഇന്ത്യൻ റഷ്യൻ തമ്മിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് റഷ്യൻ കൾച്ചർ സെന്ററും തുടങ്ങിയത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. പക്ഷേ ആ വർഷം തന്നെ ഏപ്രിൽ 12-ാം തീയതി, അതായത് 1947 ഏപ്രിൽ 12-ന് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയിൽ എംബസി തുടങ്ങിയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ട്രാവൻകൂർ ഹൗസിലാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായിട്ട് എംബസി തുടങ്ങിയത്. പിന്നീട് എംബസി മാറി ആദ്യത്തെ സോവിയറ്റ് കൾച്ചർ സെന്റർ ഡൽഹിയിൽ തുടങ്ങുന്നതും പിന്നീട് ഇതേ ട്രാവൻകൂർ ഹൗസിലാണ്. അതിനുശേഷം സോവിയറ്റ് യൂണിയന്റെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ചെന്നൈയിലും ബോംബെയിലും കൽക്കട്ടയിലും സോവിയറ്റ് കൾച്ചർ സെന്റർ തുടങ്ങി. പിന്നീട് 1975 തിരുവനന്തപുരത്തും 5ാമത്തെ സെന്റർ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പിന്നീട് റഷ്യൻ കൾച്ചർ സെന്ററായിട്ട് മാറിയ അന്നത്തെ സോവിയറ്റ് കൾച്ചർ സെന്റർ. അതായത് ഈ ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് ഇന്ത്യയിലാണ്, 5 സെന്റർ. ബാക്കി പല രാജ്യങ്ങളിലും 1-2 അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയുന്നത് കോൺസെപ്റ്റ് അല്ല, റഷ്യൻ കൾച്ചർ സെന്റർ. എനിക്ക് തോന്നുന്നു കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം, 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബന്ധത്തിന്റെ ചാനലായിട്ട് നമ്മുടെ ഈ കോൺസുലേറ്റും ഈ ജനങ്ങളുടെ ആ ഒരു കൾച്ചറൽ ബന്ധം, അതിന്റെ ഒരു ചാനലായിട്ട് ഈ ഒരു കൾച്ചറൽ സെന്ററും പ്രവർത്തിക്കുന്നു എന്ന് വേണോ കരുതാൻ? അതെ, അതായത് നേരത്തെ പറഞ്ഞ സോഫ്റ്റ് പവർ ഡിപ്ലോമസി അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയ പരിപാടികൾ, കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, അതിന് വേണ്ടിയിട്ടാണ് കൾച്ചർ സെന്റർ ഉള്ളത്. സാധാരണ രീതിയിൽ എംബസി അറിയാലോ, ഒരു രാജ്യത്തെ മറ്റു രാജ്യത്തെ പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റിക് മിഷനാണ്. അംബാസഡറാണ് അദ്ദേഹത്തിന്റെ ഹെഡ്. അംബാസഡറാണ് രാജ്യത്തിന്റെ മുഴുവൻ ചാർജുള്ള മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്നത്. അത് കോമൺവെൽത്ത് രാജ്യങ്ങളാകുമ്പോൾ അത് ഹൈക്കമ്മീഷനായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ എംബസിയുടെ കീഴിൽ ഈ റീജിയനായിട്ട് തിരിച്ചിട്ടുള്ള ഒരു കോൺസുലർ സർവീസാണ് കോൺസുലേറ്റ് ഉള്ളത്. കോൺസുലർ സർവീസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ബേസിക്കലി ഈ സെൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ, അതായത് അയക്കുന്ന രാജ്യം, ഏത് രാജ്യത്താണ് റിപ്രസെന്റ് ചെയ്യുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു കോൺസുലർ സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ലീഗൽ സർവീസസ് ഉണ്ടാവും. ഇതുകൂടാതെ ട്രേഡ്, പിന്നെ സാംസ്കാരികപരമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, ട്രേഡ്, ഇതൊക്കെയാണ് ഈ കോൺസുലേറ്റിൻ്റെതായിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഒരു രാജ്യത്തിന് അവരുടെ പ്രതിനിധിയെ അയക്കാൻ പറ്റിയില്ലെങ്കിൽ, പക്ഷെ അവിടെ ഒരു കോൺസുലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ റിസീവിംഗ് സ്റ്റേറ്റിന്റെ, ഇപ്പം റഷ്യ ഇന്ത്യയും തമ്മിലാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഓണററി കോൺസുലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ റിസീവിംഗ് സ്റ്റേറ്റിലെ സിറ്റിസന് അവരെ ആ ചുമതല നൽകുന്നതാണ് ഈ ഓണററി കോൺസുലേറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തിൽ വരുന്ന റഷ്യക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടുക. അപ്പോൾ അത് അറസ്റ്റ് ആവാം, ചിലരുടെ മരണം സംഭവിക്കാം, അങ്ങനെ ഉണ്ടാവും. പാസ്പോർട്ട് വേണമെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഹയർ അതോറിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ട്
പാസ്പോർട്ട് തിരിച്ചെടുക്കാൻ സഹായിക്കുക, ചില അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ട്രേഡിൻ്റെ കാര്യം, എഡ്യൂക്കേഷൻ, ട്രേഡ്, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഓണറി കോൺസുലേറ്റിൻ്റെ ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ എത്ര റഷ്യൻ സിറ്റിസൺസ് ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്നുണ്ട്? കേരളത്തിൽ സ്ഥിരമായി താമസിക്കുന്ന 150ഓളം പേരുണ്ടാവും. അതിൽ പലരും റഷ്യയിൽ പഠിക്കാൻ പോയ ആൾക്കാർ കല്യാണം കഴിച്ചു വന്ന് താമസിക്കുന്ന കുറച്ച് ധാരാളം പേരുണ്ട്. പക്ഷെ ഇത് കൂടുതലും ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് വന്നിട്ട് തിരികെ പോകാത്തവര്. വന്നിട്ട് തിരികെ പോകാത്തവർ ഞാൻ ഉദ്ദേശിച്ചത് 2 ഗ്രൂപ്പായിട്ട് എടുക്കാം. ഒന്ന് സ്ഥിരമായി കല്യാണം കഴിച്ച് അവിടെ കുടുംബമായി താമസിക്കുന്നവർ, പിന്നെ രണ്ടാമത് ടൂറിസ്റ്റായിട്ട് വന്നു പോകുന്നവർ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ തന്നെ ഈ നമ്മൾ സാറിന് ഈ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയും, അതായത് റഷ്യയിൽ വിന്റർ ആകുമ്പോൾ 6 മാസത്തേക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ കാലത്തേക്ക്. അത് കൂടുതലും ഗോവയിലൊക്കെ കാണുന്ന ഒരു ഇതാണ്. ഇപ്പം വർക്കലേക്ക് അതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഈ സാധാരണ ടൂറിസ്റ്റായിട്ട് വന്ന് 1-2 ആഴ്ച താമസിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് അറിയുക, ഇടപെടുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഓണറി കോൺസുലേറ്റിന് മറ്റൊരു ചുമതല കൂടിയുള്ളത്, റഷ്യ പിന്നെ കൂടംകുളത്ത് ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പണിയുന്നുണ്ട്. മൊത്തം 6 ബ്ലോക്കാണുള്ളത്. 2 ബ്ലോക്ക് തീർന്നത്. അത് അവിടെ റഷ്യൻ സയന്റിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ പ്രോജക്റ്റാണത്, ഇൻഡോ റഷ്യൻ പ്രോജക്റ്റാണത്, റഷ്യയുടെ ടെക്നോളജിയാണ്. അപ്പോൾ കൂടംകുളം തമിഴ്നാട്ടിലാണെങ്കിലും ചെന്നൈയിൽ നിന്ന് വളരെ ദൂരെയാണ്. ട്രിവാൻഡ്രം ആണെങ്കിൽ തൊട്ടടുത്താണ്. ട്രിവാൻഡ്രം നമ്മൾ പറയുന്ന ഒരു ഗേറ്റ് വേ ആണ് കൂടംകുളത്തേക്കുള്ള. അപ്പോൾ ഈ എയർപോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ വെൽഫെയറും ഇവരുടെ വിസിറ്റും വരുന്ന സമയത്തും നമുക്ക് അതിന് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് റഷ്യൻ അറ്റോമിക് കമ്മീഷൻ ജനറൽ ഡയറക്ടർ അടുത്ത് വന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നല്ലൊരു അവിടെ അവർക്ക് കൂടുതലും കോൺട്രാക്റ്റൊക്കെ ഉള്ളത് കിംസുമായിട്ടാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖം വന്നാലും നമ്മൾ കിംസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനൊക്കെ ട്രിവാൻഡ്രം ഓണറി കോൺസുലേറ്റാണ്. ചെന്നൈക്കാലും അവർക്ക് കൂടുതൽ ആക്സസ്സുള്ളത്. ഓ ശരി ശരി. അപ്പം താങ്കൾ ഈ റഷ്യൻ കൗൺസിലേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അതിന് 20 വർഷത്തിലധികമായ ആ ഒരു കൗൺസിൽ പദവിയിൽ താങ്കൾ ഉണ്ടല്ലേ? അല്ല, 2008ലാണ് ഓണറി കോൺസുലേറ്റ് തുടങ്ങുന്നത്. 2000ലാണ് ഈ റഷ്യൻ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായിട്ട് 20 വർഷത്തിലധികമായി. 24 വർഷം 2000 മറ്റേ 2008ലായിരുന്നു. അതെ. അപ്പം ഈ കാലയളവിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു റഷ്യൻ പൗരൻ നമ്മുടെ കേരളത്തിൽ വന്ന് അവരെ സ്ഥിരതാമസമാക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിലും എന്ത് സംഭവിച്ചാലും, അതിപ്പോ ഒരു വിസയുടെ ഡിലേ മാത്രമല്ല, അവർക്കെതിരെ ഒരു കേസ് വരികയാണ്, ഒരു മരണം സംഭവിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഏൽക്കേണ്ട ഒരു ചുമതലയാണ്. അപ്പം അങ്ങനെ കൈകാര്യം ചെയ്തതിൽ ഓർത്തിരിക്കുന്ന ഒരു അനുഭവം അത് പറയാമോ? ഈ ഓണറി കൗൺസിൽ ബേസിക്കലി എല്ലാ കൗൺസിലർമാരും ഒരു എന്താ പറയുന്ന മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ധാരാളം പുണ്യപ്രവർത്തി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് അത്. പ്രൊഫഷൻ എന്ന് പറയാമെങ്കിൽ അത്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും കുരുക്കിൽപ്പെടുകയോ അല്ലെങ്കിൽ അസുഖം വരികയോ അല്ലെങ്കിൽ പാസ്പോർട്ട് കളയുകയോ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന അവസരങ്ങൾക്കുണ്ടാണെങ്കിൽ പെട്ടെന്നൊരു വല്ലാത്ത അവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിലെ പ്രതിനിധി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കാനും ഒരു സഹായത്തിന് ആളുണ്ടാവുകയും ചെയ്യാന്നുള്ളത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഓണറി കൗൺസിൽ ആയതിനു ശേഷം ഒരു 7-8 പേര് മരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു പ്രധാന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ ബന്ധുക്കളെ വിളിച്ച് ഫോൺ ചെയ്തിട്ട്, അവർ ടൂറിസ്റ്റായിട്ടൊക്കെ വന്നതായിരിക്കുമല്ലോ, അപ്പം എന്ന് തിരിച്ചു വരും എന്ന് കാത്തിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർക്കറിയാൻ പറ്റും, ഇന്ത്യയിൽ നിന്നൊരു ഫോണാണ്, ഒരു പരിചയമില്ലാത്തൊരു ഫോണാണ്, വിളിച്ചിട്ട് ഈ കാര്യം പറയാനുണ്ട്, നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ മകനോ അച്ഛനോ ആരോ മരിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഒരു 8 പ്രാവശ്യം അത് ഉണ്ടായിട്ടുണ്ട്. അത് എംബസി വഴി ചിലപ്പോൾ അറിയിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പം വിളിച്ച് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഉടനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണ് നാളെ വരില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പലപ്പോഴും നമ്മൾ ഇടപെടുന്നത് കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലാവുന്ന ആൾ അപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല. അപ്പോൾ അവരുടെ മകനെയോ മകളെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ വിളിച്ചിട്ട്
അത് അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ശരിയായ സമയത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പലരെയും ജീവൻ രക്ഷിക്കാൻ വരെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെയധികം ചരിത്രം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാസത്തിനിടയിൽ 1.5 മാസത്തിനിടയിൽ നടന്ന 3 സംഭവം ഞാൻ പറയാം. അത് ഒന്ന്, റഷ്യയിലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇന്ത്യയിലേക്ക് ഈ നമ്മുടെ സാറ്റലൈറ്റ് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം ഇന്തോനേഷ്യയിൽ ഫാമിലിയായിട്ട് പോയതാണ്. അത് ക്രൂസിന് പോയി. അവിടെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം സാറ്റലൈറ്റ് ഫോൺ കരുതിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ആയുർവേദത്തിന് വന്നത്. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ അറിയില്ലായിരുന്നു. തിരിച്ചു പോയപ്പോൾ ഒബിയസ്ലി നമ്മളത് ഇന്ത്യയുടെ നിയമത്തിനെതിരാണ്. സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ഫോൺ ഇപ്പോൾ ടെലിഗ്രാഫ് റൂളിനും സാറ്റലൈറ്റ് റൂളിനും എതിരാണ് അത് കൊണ്ടുവരിക എന്നുള്ളത്. ഒബിയസ്ലി ഈ ഗോട്ട് അറസ്റ്റഡ്. അപ്പോൾ അത് ഇവിടെ സഹായിക്കുന്ന പോലീസുകാരാണ്. ശരിക്കും അവർക്ക് വളരെയധികം സഹായമാണ് ഈ ഫോറിൻ. നമുക്ക് റഷ്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, മിക്കവാറും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ അനുഗ്രഹമാണ് ഈ പോലീസിന്റെ സഹകരണം. വലിയേറെ പോലീസിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് ഞാനൊരു അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്തു. 2 എന്താ പറയുക ജാമ്യക്കാരെ അറേഞ്ച് ചെയ്തു. അപ്പം അതുകൊണ്ട് അദ്ദേഹം റിമൈൻഡ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടു, ജയിലിലേക്ക് പോയില്ല എന്നുള്ളത്. അത് 2-3 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. മറ്റൊരു സംഭവം, ഒരാൾ മരിച്ചു. കഷായത്തിന് മുങ്ങി മരിക്കുക ചെയ്തു വർക്കല വെച്ചിട്ട്. അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അവരുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിനെ അറിയിക്കുന്നു. അപ്പോൾ സിസ്റ്ററെയാണ് അറിയിച്ചത്. സിസ്റ്റർ അത് ഇൻഷുറൻസായിട്ട് ബന്ധപ്പെടുന്നു. അവരുടെ ഒരു പാർട്ണർ ബോംബെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സാറിന് സംഭവിക്കുന്ന വെച്ചാൽ ഒരു ഫോറിനർ മരിക്കുന്നു. അവരെ നമ്മുടെ പോലീസ് അത് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗവൺമെന്റ് ഇത് പ്രോപ്പർ ചാനലിൽ എംബസി അറിയിക്കുന്നു. ഈ ടൈം എടുക്കും. എംബസിയിൽ നിന്ന് ഒരാൾ വരികയോ മറ്റോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഇത് ഏകദേശം ഒരു 15-20 ദിവസം അറിയും. ഇത് കഴിയും, നോർത്ത് ഇടിക്കേണ്ടി വരും. അതിനുശേഷം അവരുടെ റിലേറ്റീവ്സൊക്കെ അറിഞ്ഞ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഈ സാധനം ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് ഇപ്പോൾ എയർപോർട്ടിൽ ചിലപ്പോൾ ട്രസ്പാസ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പോലീസിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ. അവരും ശരിക്കും ഫോറിനേഴ്സിനെ സഹായിക്കുന്നവരാണ്. 3ാമത്തെ ഇൻസിഡന്റ് അടുത്ത കാലത്തുണ്ടായത്, നമ്മുടെ എയർപോർട്ടിൽ 2 റഷ്യൻസ് വന്നു. അപ്പോൾ അവരുടെ പഴയ പാസ്പോർട്ടിലായിരുന്നു വിസ. ആ പാസ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒബിയസ്ലി അത് എങ്ങനെ അവിടെ നിന്ന് എയർലൈൻകാർ കയറ്റി വിട്ടു എന്നറിയില്ല. പക്ഷേ ഇവരെ കൃത്യമായിട്ട് തന്നെ അവരെ സഹകരിക്കുകയും ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ FRROയും ഓഫീസും അവരുടെ കീഴിലുള്ള ഇമിഗ്രേഷനും അതുപോലെ പോലീസ്, ഹെൽത്ത്, ഇതെല്ലാം തന്നെ ഈ ടൂറിസ്റ്റുകളെ ഒത്തിരി സഹായിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. താങ്കളുടെ ഈ ഒരു കൗൺസിൽ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള കൾച്ചറൽ സെന്ററിന്റെ അതിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ പരിഗണിച്ചായിരിക്കും എന്തായാലും ഉറപ്പായിട്ടും വ്ളാഡിമിർ പുടിന്റെ കയ്യിൽ നിന്ന് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വലിയൊരു ബഹുമതി താങ്കളെ തേടിയെത്തിയിരുന്നു ഈ അടുത്ത കാലത്താണ്. അതിന് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അത് ലഭിച്ചപ്പോൾ ഉണ്ടായ ഒരു അഭിമാന മുഹൂർത്തമാണ്. ഓഫ് കോഴ്സ് ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അല്ല, ഇതിപ്പോ നമ്മുടെ മറ്റെല്ലാ രാജ്യങ്ങളുള്ളതുപോലെ 3 തരത്തിലുള്ള ബഹുമതിയാണ് അവിടെ ഉള്ളത്. അതിലൊന്ന് മെഡൽ, പിന്നീടാണ് ഓർഡർ എന്ന് പറയുന്നത്, ഷെവ്ലിയാർ എന്നൊക്കെ പറയുന്നത്. പിന്നെ മുകളിലുള്ളതാണ് ഹീറോ ഓഫ് റഷ്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭാരത് എന്ന് പറയുന്നത്. ഓർഡർ തന്നെ പലതരം ഓർഡർ ഉണ്ട്. അതിൽ ഫോറിനേഴ്സിന് കൊടുക്കുന്ന, സാറിന് കൊടുക്കുന്ന ഒരു ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതിന് മുമ്പ് വ്ളാഡിമിർ പുടിൻ തന്നെ ഒപ്പിട്ട പുഷ്കിൻ മെഡൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും 2 മെഡലും, പിന്നെ മിനിസ്റ്റർ ഓഫ് കൾച്ചറിന്റെ ഒരു മെഡലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹം കഴിഞ്ഞ വർഷം മാർച്ച് 26-നാണത് സൈൻ ചെയ്തത്. അത് വളരെ അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തമായിരുന്നു. അതൊരു അംഗീകാരം മാത്രമല്ല, ഇനി കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണത് ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു അപൂർവ ബഹുമതി ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഒരു എന്താ പറയുന്നത് എളിമയോടുകൂടി സ്വീകരിക്കുകയും കൂടുതൽ കമ്മിറ്റഡ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു കൗൺസിൽ പദവിയിലേക്ക് ഒരു മലയാളി എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള വലിയൊരു ആകാംക്ഷ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം സാറ് പഠനത്തിന്റെ ആവശ്യമായിട്ടാണല്ലേ ആദ്യം റഷ്യയിലേക്ക് പോകുന്നത്. അതിനുശേഷം റഷ്യയിലെത്തി ഈ കൗൺസിൽ എന്നുള്ള വലിയ പദവി വരെ എത്തിയ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഓണറി കൗൺസിൽ എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞത്
ആക്ച്വലി ഞാൻ പഠിക്കാൻ തന്നെയാണ് പോയത്, മെഡിസിൻ പഠിക്കാൻ തന്നെയാണ് പോയത്. പക്ഷേ ഞാൻ വേറെ റിപ്പബ്ലിക്കിലായിരുന്നു. അപ്പോൾ റഷ്യൻ ഫെഡറേഷൻ, ഇപ്പോഴത്തെ റഷ്യൻ ഫെഡറേഷൻ ആയിരുന്നില്ല. പിന്നീട് അത് സോവിയറ്റ് യൂണിയൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ്, അവിടെ ഉണ്ടായിരുന്ന പഠിക്കുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതും. പിന്നീട് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ മറ്റ് പുതിയ രാജ്യങ്ങളായി തമ്മിലുള്ള എഗ്രിമെൻറ്റും ഇതൊക്കെ മാറുമല്ലോ. അപ്പോൾ തന്നെ പഠിത്തത്തിനോടൊപ്പം തന്നെ ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ അവിടെ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ഈ പഴയ ഹൗസ് ഓഫ് സോവിയറ്റ് കൾച്ചർ സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേറ്റ് ശേഷം അത് അടച്ച് പൂട്ടുകയുണ്ടായി. ഏകദേശം 9 വർഷത്തോളം ഇത് അടഞ്ഞു കിടന്നു. 2000 ഇത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾക്ക് അത് മുൻകൈ എടുത്തത് ഞാനാണ്. കാരണം അന്ന് റഷ്യൻ ഫെഡറേഷൻ്റെ ഒരു പ്രതിനിധിയായിട്ട് റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകൾ പഠിക്കുകയും അത് റീഓപ്പൺ ചെയ്തതും അപ്പോൾ അതേ തുടർന്നാണ് ഇത് റഷ്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത്. പക്ഷേ പിന്നീട് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നു. അതുപോലെ ലാൻഡ് റഷ്യൻ ഗവൺമെൻറ് ലാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമുണ്ട്. ടൂറിസ്റ്റുകളുടെ എണ്ണം, കുടംകുളത്തെ പ്ലാന്റ് വരുന്ന റഷ്യക്കാർക്ക് വേണ്ടി സഹായം ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചാണ് അന്ന് റഷ്യയുടെ അംബാസഡറായിരുന്ന വച്ചസ്ലാവ് ത്രൂബ്നിക്കോവ് അദ്ദേഹം റഷ്യൻ ഗവൺമെൻറ് എഴുതുകയും പിന്നീടത് റഷ്യൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യും. പിന്നീടത് ഇന്ത്യൻ പ്രസിഡന്റ് അത് സ്പെഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അപ്പോയിൻമെൻറ്റിനെ അംഗീകരിക്കുകയും ചെയ്തത്. ഇതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഷയും അറിയാവുന്നുള്ളത് കൊണ്ട്, കാരണം പഠനം മുഴുവൻ റഷ്യൻ ഭാഷയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനൊരു സഹായമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്നു. എനിക്ക് തോന്നുന്നു ഒരു വല്ലാത്ത ഒരു സ്നേഹം സാറിന് റഷ്യൻ ഭാഷയോടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ചെറുപ്പം മുതൽ ഈ റഷ്യൻ ഭാഷ പഠിച്ചിരുന്നോ, അതോ ഈ റഷ്യയിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ഭാഷാ പഠനത്തിലേക്ക് പോയത്? സാധാരണ ഈ റഷ്യയിലൊക്കെ ഇതുപോലെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ റഷ്യനിലായിരിക്കും സാധാരണ ഇന്റർവ്യൂ ഉള്ളത്. അപ്പോൾ അവർ ചോദിക്കും എങ്ങനെയാണ് റഷ്യൻ സംസാരം. അപ്പോൾ സാധാരണ ഞാൻ പറയുന്നതൊക്കെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ, തമാശയല്ല, നടന്ന സംഭവമാണ്. ഞാൻ 89 സെപ്റ്റംബർ 2 ആദ്യം റഷ്യയിലെത്തുന്നത്. ഇപ്പോൾ ആ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു 5 നിലയുള്ള ഒരു ഹോസ്റ്റലാണ്. വെക്കേഷന് പോയിട്ടുള്ള സീനിയേഴ്സ് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1-2 ദിവസം ആക്ച്വലി പട്ടിണിയായിരുന്നു. കാരണം ചില ഭാഷ അറിയില്ല, നമുക്ക് പറ്റാത്ത ഒരു ഫുഡുമാണ് അവിടെ ഉള്ളത്. എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണ എവിടെ പോലും കഴിക്കാൻ പറ്റുന്നതൊന്നും ആപ്പിളും എഗ്ഗുമാണ്. പക്ഷേ വെച്ചാൽ കുറച്ച് ഒരു ബസാറിലേക്ക് പോകാം. ഹോസ്റ്റലിന് ഓപ്പോസിറ്റ് തന്നെ ഒരു ബസാറുണ്ട്. അതൊരു പൊട്ടാറ്റോ ഉണ്ടോ നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇതിൻ്റെ പേരെന്താണ് ആദ്യം പഠിക്കാം, അതിനുശേഷം അപ്പോൾ ഒരു വാങ്ങാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാമെന്നുള്ളത് പേരെന്താണെന്ന് മാത്രം അറിയാം. നിങ്ങളുടെ പേരെന്താണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ പൊട്ടത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ ചോദിച്ചു എന്താ പേരെന്ന് ചോദിച്ചു. അതെങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? അല്ല, അതിലിതുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ സാധാരണ റഷ്യനിൽ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് കാക്കത്തെ നസുവായസ എന്ന് ചോദിക്കാം. പക്ഷെ എനിക്കറിയാന്നുള്ളത് നിങ്ങളുടെ പേരെന്താണോ വാട്ടിച്ചേർന്ന എന്നുള്ളതാണ്. അപ്പം ഞാനത് പൊട്ടത്തെ ചൂണ്ടിയിട്ട് ചോദിച്ചത് ആക്ച്വലി വാട്ടിച്ചേർന്ന എന്നാണ്, കാക്കവാ സൗത്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവരുടെ പേരിലേ ചോദിച്ചത്. അവർ പറഞ്ഞു താനിയ. ഞാൻ 2 കിലോഗ്രാം താനിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് തന്നെ മതിയാവും എങ്ങനെയാണ് ഒരു ഫോറിനർ റഷ്യയിൽ വന്ന് റഷ്യൻ ഭാഷ പഠിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഹോസ്റ്റലിൽ തന്നെ ഒരിക്കൽ മറ്റാൾക്കാർ വരുന്നത് മുമ്പ് തന്നെ വേറെ കാര്യം പറഞ്ഞു, ഒരു 2 കിലോഗ്രാം പൊട്ടാറ്റോ വന്നു കേട്ടോ. മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ നവംബർ 2 ഒരു കോൺഫറൻസിന് പോയപ്പോൾ അതിന്റെ പ്രധാന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റഷ്യൻ വേൾഡ് ഇൻ പ്രസന്റ് ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ പലതും ഞാൻ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഒരു റൂസോഫോബിയ, അതിനെതിരെയുള്ള ഒരു സ്ട്രോങ് വെപ്പണാണ് ദസ്തയേവ്സ്കിയുടെയും പുഷ്കിൻ്റെയും ചെക്കോവിൻ്റെയൊക്കെ കൃതികളിലുള്ള ഓരോ റഷ്യൻ വാക്കുകൾ. കാരണം ലിറ്ററേച്ചറിൽ സ്ട്രോങ് ആണല്ലോ, അത് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. എത്രത്തോളം റീറൈറ്റ് ചെയ്താലും ലിറ്ററേച്ചറിൽ ഉള്ള റഷ്യക്കാരുടെ കോൺട്രിബ്യൂഷൻ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ യൂറോപ്പിന്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കഥ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞത് 2 കിലോഗ്രാം പൊട്ടാറ്റോ എനിക്ക് തന്നു. പിന്നീട് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പൊട്ടാറ്റോയുടെ യഥാർത്ഥ പേര് കത്തോഷ്കയാണെന്നും താനിയ എന്നുള്ളത് ഒരു പേരാണെന്നും മനസ്സിലാക്കിയപ്പോൾ അപ്പോഴേ ആലോചിച്ച് എന്നിട്ടും ഈ കുട്ടി എനിക്ക് തന്നല്ലോ. അപ്പോൾ മനസ്സിലായി അന്ന്
എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് റഷ്യക്കാർക്ക് ഇത്ര കൃത്യമായിട്ട് ഇന്ത്യക്കാരെ മനസ്സിലാവുന്നുള്ളത്. ഇത് തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു തമാശയായിട്ട് ഞാനത് പറഞ്ഞത് വീണ്ടും ഞാൻ അത് ഓർത്തെടുക്കുകയായിരുന്നു. അതുപോലെ ഹോസ്റ്റലിൽ ഈ മറ്റു സീനിയേഴ്സ് വരുന്നതിന് മുമ്പ് ഹോസ്റ്റലിൽ മുട്ട വാങ്ങണമായിരുന്നു. അപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ട്, പക്ഷെ ചിക്കൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എയ്റ്റ്സോ ഈ മാമ എയ്റ്റ്സോ എഗ്ഗും അമ്മയും എന്നുള്ള രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ട് അവരത് തരികയും ചെയ്തു. അപ്പോൾ ഈ റഷ്യയുമായിട്ട് ഈ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അത് വളരെ ഓർക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ ഈ നഴ്സറി പഠിക്കുന്ന കാലം ഓർമ്മ വരും. അന്നത്തെ കാലത്ത് പ്രിപ്പറേറ്ററി ഫാക്കൽറ്റി പഠിക്കുമ്പോൾ, കാരണം ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ പല ഇംഗ്ലീഷ് മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പോകുന്നവർ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് മലയാളികളുണ്ടാവും, മലയാളത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. നമ്മൾ സ്കോളർഷിപ്പ് കിട്ടി പോകുമ്പോൾ സാധാരണ അതല്ല ഉണ്ടാവുന്നത്. ഞാനൊക്കെ പോകുന്ന സമയത്ത് ഒരു കത്ത് അച്ഛൻ എഴുതിയാൽ അച്ഛൻ്റെ മറുപടി വരുമ്പോൾ ഒരു 4 മാസം കഴിയും. 2 മാസം അവിടെ നിന്ന് ഇങ്ങോട്ട്, 2 മാസം എൻ്റെ റിപ്ലൈ വരുന്നിട്ട്. ഒരു വർഷത്തിലാകെ 2-3 കത്തേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഫോൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യം. അപ്പോൾ പക്ഷേ അതൊരു വേറൊരു ലൈഫായിരുന്നു. കാരണം ഈ പ്രിപ്പറേറ്ററി ഫാക്കൽറ്റിയിൽ നമ്മുടെ ABCD എന്ന് പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ നേഴ്സിൽ A എന്ന് പഠിപ്പിക്കുന്നത് പോലെയാണ് റഷ്യൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ടീച്ചറുണ്ടാവും. ടീച്ചർ ഇത് പഠിപ്പിക്കുന്നതും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എല്ലാം തന്നെ പറയുമ്പോൾ ഈ നഴ്സറി സംഭവം നമുക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അസുഖം വന്നാൽ വീട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു നഴ്സറി കാലത്തെ അനുഭവം തന്നെയായിരുന്നു 19 വയസ്സിലും എനിക്ക് അവിടെ വീണ്ടും കിട്ടിയെന്ന് പറയുന്നത്. ശരി സാർ, അപ്പം നമുക്കൊരു ഇടവേള എടുക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇടവേളയ്ക്ക് ശേഷം കേൾക്കാം. നമുക്ക് ഇടവേള കഴിഞ്ഞ് വരാമെന്നൊന്ന് റഷ്യൻ ഭാഷയിൽ പറയാൻ പറ്റും? My stretching supposedly маленького интервала или перерыва. അപ്പം അതുപോലെ Коммерческая пауза.